ഭാരതത്തിലെ വിവാഹങ്ങൾ അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് അത്രത്തോളം പവിത്രമായിട്ടുള്ള സംഗതിയാണ്. അതിന് ഏത് മതവിഭാഗങ്ങളുടെ ആണെങ്കിലും ശരി. പക്ഷേ അതിൻ്റെ വാല്യൂ അറിയാത്ത ആളുകൾ, ഒരുപാട് ആളുകൾ ഇന്ന് ഈസിയായിട്ട് ഡിവോഴ്സിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഈസിയായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്കൊക്കെ പോകുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിക്കീസ് കഫേയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഒരു ബുക്ക് എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ അവിഹിതത്തിന് ശേഷം സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടായി. കുറേ ആളുകൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ അവിഹിതത്തെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഡിവോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല, ഞങ്ങൾ ഡിവോഴ്സിനെതിരാണ്. അതോടൊപ്പം തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനും ഞങ്ങളെതിരാണ്. പക്ഷേ അത്തരത്തിലുള്ള ചില വീഡിയോകൾ ചെയ്തത് വിക്ടിംസായി പോയ ചില സ്ത്രീകളുണ്ട്. അതായത് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്, എന്തൊക്കെയാണ് അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, അവർക്ക് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നും അറിയാതെ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്ര ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അത്തരത്തിലുള്ള ടോപ്പിക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നത്. ഞാൻ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നതും എൻ്റെ സുഹൃത്തുക്കൾ സൈക്കോളജിസ്റ്റുമാരുണ്ട്, സൈക്കാട്രിസ്റ്റുമാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, സെക്സ് എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവരിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ പലപ്പോഴും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ഒരു 4-5 മിനിറ്റിൽ അല്ല 6 മിനിറ്റിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്ത് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബുക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ ബുക്കും ഞാനൊരു ബിസിനസ് പെർസ്പെക്റ്റീവിലല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അത് വായിക്കുന്ന ആളുകളുടെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കണം, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ അത്ര ഒരു ബുക്ക് പോലും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. റിലേഷൻഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. അത് കാമുകിയാവാം, കാമുകനാകാം, ആരൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളൊരു കാമുകിയോ കാമുകനോ ആയിക്കോട്ടെ, കാമുകി ഒരിക്കലും ഭാര്യയുടെ റോള് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം തന്നെ കാമുകൻ ഒരിക്കലും ഭർത്താവിൻ്റെ റോൾ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഇത് മനസ്സിലാക്കി വെച്ചിരിക്കണം. അല്ല എങ്കിൽ ആരാണോ ഈ എക്സ്ട്രാ റോൾ എടുക്കുന്നത് അവർ നാളെ സഫർ ചെയ്യേണ്ടതും അല്ലെ വിഷമിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളുടെ അനുഭവമോ അല്ലെ നിങ്ങളുടെ കൂട്ടുകാരുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ആരാണോ ഇത്തരത്തിലുള്ള എക്സ്ട്രാ എഫർട്ട് ഇടുന്നത് അവർ പിന്നീട് ഒരുപാട് വേദനിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പറഞ്ഞു വരുന്നത്, അതായത് ഇന്ത്യയിൽ ലീഗലായിട്ടുള്ള മാരേജസ് ആണ് എന്താണ് പറയുക, അതിനാണ് വാല്യൂ ഉള്ളത്. അതാണ് സൊസൈറ്റി അംഗീകരിച്ചിട്ടുള്ളത്, സോഷ്യോളജിക്കലി അംഗീകരിച്ചിട്ടുള്ളത്, എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ബന്ധം അതാണ്. അപ്പോൾ അതിനാണ് പലപ്പോഴും എപ്പോഴും വാല്യൂ ഉള്ളത്. അല്ലാത്ത ഏത് റിലേഷൻഷിപ്പും, അതിന് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, പ്രണയമാണെങ്കിലും ശരി, അതൊക്കെ തകരാൻ എന്താണ് പറയുക, ഒരുപാട് സമയമൊന്നും വേണ്ട. അതിന് നമ്മൾ എത്ര എഫർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ബോധം ഈ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാമുകനാണെങ്കിലും നമ്മൾ എന്താണ് ആ വിവാഹത്തിൻ്റെ വാല്യൂവിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞിരുന്നത്. നിങ്ങൾക്കറിയാം, അതായത് ലീഗലി വെഡഡ് ആണെങ്കിൽ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ തന്നെ വളരെയധികം പ്രോസസ്സ് ഉണ്ട്, വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളൊരു കാമുകന്മാരാണെങ്കിൽ എന്താണ് പറയുക, ഒരു ബ്രേക്കപ്പിലൂടെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് നമ്മൾ പുതിയ ട്രെൻഡുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇത് പറയുമ്പോഴെങ്കിലും നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യാനിരിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിവാഹം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു വാല്യൂ ഒന്ന് ഓർത്തെടുക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അതോടൊപ്പം തന്നെ തെറ്റിദ്ധാരണ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. അതിന് ഈവൻ നമ്മുടെ സോഷ്യൽ മീഡിയ പോലും വലിയൊരു ഒരു 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 ഘടകമാണ്. അതായത് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെന്താണോ കാണുന്നത്, ഇപ്പോൾ ഒരാൾ ഡൈവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണുന്നതെങ്കിൽ അയാളുടെ ലൈഫിലേക്ക് വരുന്ന എല്ലാ, അയാളുടെ ഫീൽഡിലേക്ക് വരുന്ന എല്ലാം എന്താണ് പറയുക, ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 10-20 വീഡിയോ വരുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി ഈ പുള്ളിക്കാരി എന്ത് ചിന്തിക്കും, ഞാനും ഇതാണ് ഡൈവോഴ്സാണ് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും. പക്ഷേ അത് അൽഗോരിതം പോലും അങ്ങനെ സെറ്റായിരിക്കുകയാണ്. പിന്നെ അറിവില്ലായ്മ വലിയൊരു ഘടകമാണ്. അതായത് കാര്യങ്ങളെക്കുറിച്ച് ബ്രോഡായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്ത വലിയൊരു ഘടകമാണ്, വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പിന്നെ IT പ്രൊഫഷണൽസിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽസിലൊക്കെ ആണെങ്കിലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഡിവോഴ്സിനായിട്ട് കണ്ടെത്തുന്ന കുറേ റീസൺസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയും, അല്ലെങ്കിൽ വളരെ ടോക്സിക്കാണ്, വളരെ ടോക്സിസിറ്റി ഉള്ള ആളാണെന്ന് പറയും, ഞാൻ വളരെ ഡിപ്രഷനിലാണെന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഒരുപാട് വേർഡുകൾ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ട് ഇവരെല്ലാം സ്വയം ചികിത്സിക്കുകയും അതിൽ നിന്ന് ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് ഡൈവോഴ്സിലേക്ക് പോകുന്ന
സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണ്, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്നൊക്കെ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. പക്ഷേ ഡിപ്രഷൻ എന്താണ്, ഡിപ്രഷനും സാഡ്നെസ്സും രണ്ടും രണ്ടാണ്. ടോക്സിസിറ്റി, അതായത് നിസ്സാരമായ വഴക്ക്, ഈ വൈഫ്മാരൊക്കെ നമ്മളെ വിളിച്ചിട്ട് ടോക്സിസിറ്റിയെ കുറിച്ചൊക്കെ പറയും. നമ്മളിത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആക്ഷൻ്റെ റിയാക്ഷൻ മാത്രമായിരിക്കും. എന്നിട്ട് എന്താണ് പറയുക, ടോക്സിക് ആണെങ്കിൽ നിങ്ങൾ ഓടി രക്ഷപ്പെടും, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഓടി രക്ഷപ്പെടും എന്നൊക്കെ റീലുകൾ കാണുന്ന സമയത്ത് ഇവർ കൊണ്ട് ഡൈവോഴ്സിന് കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ട്രെൻഡുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് എന്താണ് പറയുക, നമ്മൾ ഒരുപാട് ആളുകളോട്, വക്കീലന്മാരുമായിട്ടും അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമാരോടൊക്കെ ഒക്കെ സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, വിവാഹം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇന്ന് മനസ്സിലാക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ എന്നാൽ ഡിവോഴ്സിനെ എതിർക്കാനും അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ എതിർക്കാനും എല്ലാം കൂടിയാണ് നമ്മുടെ ബുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ടുകൾ, നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇൻപുട്ടുകളും പറയണം. അങ്ങനെ കൂടുതൽ ഐഡിയാസ് വരുമ്പോഴേക്കും നമ്മുടെ ബുക്കിൻ്റെ ഒരു ബ്യൂട്ടി വളരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് വിഷമമുണ്ടാക്കുന്ന മറ്റൊരു സംഗതിയാണ്, അപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്, സാർ ഞാനിങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ്, എൻ്റെ ബന്ധം തകർന്നു പോയി, ഞാൻ വളരെയധികം വിഷമത്തിലാണ് എന്നൊക്കെ പറയാം. അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കൂ എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് പോലും അവർ ആ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് എടുക്കാൻ പോകുന്നില്ല. അത് വളരെ വേദനാജനകമായൊരു സാഹചര്യമാണ്. പലപ്പോഴും ഇവർ പറയുന്നത്, ഇവരൊരു മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി, അതായത് ഇവർക്കൊരു മാനസിക വിഷമം ഉണ്ടാകുന്ന സമയത്ത്, ഇവർക്കൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ ലൈഫിലേക്ക് വന്നത്, അവളുടെ ലൈഫിലേക്ക് വന്നത്. അതിനുശേഷം ഞങ്ങൾ മാനസികമായിട്ട് അടുത്തു. അതിനുശേഷം എന്താണ് പറയുക, ഞങ്ങൾക്കിപ്പോൾ പിരിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം എന്നെ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവളെന്നെ അവോയ്ഡ് ചെയ്യുന്നു, അവളെന്നെ ചീറ്റ് ചെയ്തായിട്ട് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാം, ആ സമയത്ത് പോലും ഞങ്ങൾ പറയുന്നത്, നിങ്ങളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കൂ, നിങ്ങൾക്കൊരു ഡിപ്രഷൻ സ്റ്റേജാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പിൻ്റെ സ്റ്റേജിലാണ്, നിങ്ങൾക്കൊരു ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുമെന്ന് പറയും. പക്ഷേ ആ സമയത്ത് പോലും എന്താണ് പറയുക, അവരതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു ബാഡ് റിയാലിറ്റി. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാമുകനെന്ന് പറയുന്ന ആൾ, അല്ലെ നിങ്ങളുടെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് വരുന്ന, അല്ലെ നിങ്ങളുടെ അഭിയോഗത്തിലേക്ക് വരുന്ന സ്ത്രീയോ പുരുഷനോ, ഇവരാരും നിങ്ങളുടെ തെറാപ്പിസ്റ്റ് അല്ല എന്നുള്ള കാര്യമാണ് ആദ്യം ഓർമ്മ വരേണ്ടത്. നിങ്ങൾക്ക് തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾ അവിടേക്കാണ് പോകേണ്ടത്. മറിച്ച് ഇവരെ ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷം ഇവർ പോകുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ നേരിട്ട് കേൾക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെ ആവശ്യമായിട്ടും, അല്ലെങ്കിൽ പഠനത്തിൻ്റെ ആവശ്യമായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വ്ലോഗ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്, ഒരുപാട് ആളുകളോട് സംസാരിക്കാറുണ്ട്. ടാൻഫോത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതാണ്, ഞാൻ പല ആളുകളും പറയാറുണ്ട്, അതായത് ഞങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫിസിക്കൽ കണക്ഷൻ ഓക്കെ അല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയത്, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല, അദ്ദേഹത്തിന് ഇന്ന പേഴ്സണാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, പേഴ്സണാലിറ്റി ട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ റിസോൾവ് ചെയ്യാൻ വന്ന തെറാപ്പിസ്റ്റ് അല്ല നിങ്ങളുടെ കാമുകനോ കാമുകയോ. നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണാം, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേറ്റേഴ്സ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നീട് എന്താണ് പറയുക, നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒരുപാട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ടൈപ്പ് ഓഫ് ഡിവൈസസുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, പല രീതിയിലുള്ള മെഡിസിൻസ്, പല 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 സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾക്കറിയില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ഡോക്ടേഴ്സ്, പ്രൊഫഷണൽസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കാം. മറിച്ച് നിങ്ങൾ ഈ വിഷമങ്ങൾ, നിങ്ങളുടെ ഒരു ഫിസിക്കൽ കണക്ഷനുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മെൻ്റൽ കണക്ഷനുള്ള പ്രശ്നങ്ങളൊക്കെ മറ്റൊരാളോട് സംസാരിക്കുന്നത്, സ്വാഭാവികമായിട്ടും നമ്മുടെ റിലേഷൻഷിപ്പിലേക്ക് മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് അയാൾക്കൊരു പ്രെജുഡിസ് ഉണ്ടായിരിക്കും, അയാൾക്ക് മുൻധാരണകളുണ്ടായിരിക്കും. മൂന്നാമതൊരാൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ ആ റിലേഷൻഷിപ്പ് പൊളിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ എന്താണ് പറയുക, ഒരു ഡിപ്രഷൻ ലെവലിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മാനസിക വേദനയിലേക്കൊക്കെ പോകുന്നു. അതിനേക്കാളും നല്ലത് നമ്മൾ ഇതിനെക്കുറിച്ചൊരു നല്ലൊരു ബോധമുണ്ട് എങ്കിൽ നമുക്ക് ഇത്തരം റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് എന്താണ് പറയുക, ഈ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സും ഡിവോഴ്സുകളും ഒഴിവാക്കാനുള്ള ഒരുപാട് അറിവുകളും ഒരുപാട് സ്റ്റെപ്പുകളും ഒരുപാട് മെത്തേഡ്സുകളും ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹാപ്പി ആയിട്ട് എന്താണ് പറയുക, ജീവിക്കാൻ പറ്റും. ഇപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നുണ്ട്. ENM എന്നൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റുകളൊക്കെ ഇവിടെ ആളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനുള്ള കുറേ ആളുകളൊക്കെ നമ്മൾ ENM എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവരെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത്, ഇവർ ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞൊക്കെയാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഈ സെൽഫ് ലവ് ഒരു പരിധി കഴിയുമ്പോൾ, ഒരു ഹണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ഇങ്ങനെ കൂടി വന്നതിന് ശേഷം ഈ പറയുന്ന സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിലുള്ളൊരു ബോർഡർ കൃത്യമായിട്ടൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല. പിന്നീട് എന്താണ് പറയുക, അത് സെൽഫിഷ്നെസ്സിലേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു ഗെയിമാണ്. ഈ ഗെയിം ഏറ്റവും നല്ല രീതിയിൽ അറിയാത്ത ഒരാളുകളും
ഈ ഇത്തരം പരിപാടിക്ക് ഇറങ്ങില്ല, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലോ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് ഒന്ന് ഇറങ്ങാൻ പോരെന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു 5% ആളുകൾക്ക് മാത്രമാണ് വളരെ ഹെൽത്തി ആയിട്ട് എന്താണ് പറയുക ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഒരാളുകളും ഇത്തരം കാര്യങ്ങൾ, ഞാൻ എത്രത്തോളം കേസുകൾ പഠിച്ചിട്ട് അല്ല എത്രത്തോളം കേസുകൾ അനലൈസ് ചെയ്തിട്ടും ഒരുപാട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത്രത്തോളം പഠനം ഇതിനെ പുറകെ നടത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്കറിയാം, നന്നായിട്ട് അറിയാം, ചില സൈക്കോളജിസ്റ്റുമാരെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പല ആളുകൾക്കും ചില ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല, ഫാമിലിയുടെ സ്ട്രക്ചർ കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികളുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലെഗസി ഉണ്ടോ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം സംഭവങ്ങളൊന്നും ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ഞങ്ങൾ പേഴ്സണലി ഡിവോഴ്സിനെതിരാണ്, അതോടൊപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനെതിരാണ്. പക്ഷേ ഇതിനകത്തിലൊക്കെ അറിയാതെ പെട്ടുപോയി സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് നമുക്കൊരു സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണക്ട് ചെയ്ത് ഡിപ്രഷൻ ലെവലിലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു, നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമ്മളുടെ ബുക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ എന്താണ് ഡിവോഴ്സ് റേറ്റുകൾ മാക്സിമം കുറയാനും അല്ലെങ്കിൽ ആളുകൾ ഹാപ്പിയായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മനസ്സമാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് നിക്കീസ് കഫേയുടെ ഒരു മോട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളൊരു മോട്ടോയാണ്. അപ്പോൾ അതിനൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വീണ്ടും മറ്റു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.